KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കൊല്ലം പരവൂരിൽ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ വെടിക്കെട്ടപകടത്തിൽ 110-ലേറെ മരണം, 400-ലേറെ പേർക്ക് പരിക്ക്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് മുഖ്യമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും അപകടസ്ഥലം സന്ദർശിച്ചു. ദുരന്തത്തിന് വഴി തെളിച്ചത് മത്സര വെടിക്കെട്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇക്കുറിയും വനിതകൾക്ക് മതിയായ പ്രാതിനിധ്യമില്ല, ലിംഗസമത്വവാദികൾക്ക് മൌനം. കാന്തപുരം ഉസ്താദിന്റെ വാദങ്ങൾ ശരിയെന്ന് സോഷ്യൽ മീഡിയ. മർക്കസ് ഗ്രീൻ വാലി ഫോർ ഗേൾസ് 20ാം വാർഷികത്തിന് പ്രൗഢോജ്വല തുടക്കം. വാർത്തകൾ വിശദമായി. കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് അപകടത്തിൽ 100-ലേറെ പേർ മരിച്ചു. അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം 110-ലേറെ പേർ മരിച്ചതായാണ് വിവരം. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അപകടത്തിൽ 400-ലധികം പേർക്ക് പരിക്കേറ്റു. ഇവരിൽ നിരവധി പേരുടെ നില ഗുരുതരമാണ്. പുലർച്ചെ 3:30-യോടെയായിരുന്നു രാജ്യത്തെ നടുക്കിയ വൻ ദുരന്തം. മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാനാകാത്ത വിധം ചിന്നിച്ചിതറിയ നിലയിലാണ്. മരിച്ചവരിൽ ഒരു പോലീസുകാരനും ഉൾപ്പെടും. ഗുരുതരമായി പരിക്കേറ്റവരെ കൊല്ലം ജില്ലാ ആസ്പത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആസ്പത്രിയിലും പ്രവേശിപ്പിച്ചു. മീനഭരണി ഉത്സവത്തിന്റെ ഭാഗമായി രാത്രി 12 മണിക്ക് ആരംഭിച്ച വെടിക്കെട്ട് 3:30-യോടെയാണ് വലിയ ദുരന്തത്തിൽ കലാശിച്ചത്. ജില്ലാ ഭരണകൂടത്തിന്റെ വിലക്ക് ലംഘിച്ചായിരുന്നു വെടിക്കെട്ട്. വെടിക്കെട്ടിനിടക്ക് അമിട്ട് കമ്പപ്പുരയിൽ പതിച്ച് ഉഗ്രസ്ഫോടനമുണ്ടാവുകയായിരുന്നു. 40-ലേറെ പേർ സംഭവസ്ഥലത്തു തന്നെ മരിച്ചു. ശരീരങ്ങൾ ഛിന്നഭിന്നമായ നിലയിലായിരുന്നു. സ്ഫോടനത്തിനു പിന്നാലെ വൈദ്യുതി വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടം നടന്ന 2 കിലോമീറ്ററിനുള്ളിൽ സ്ഫോടനത്തിന്റെ പ്രകമ്പനമുണ്ടായി. 500ഓളം വീടുകൾക്ക് കേടുപാട് പറ്റി. 1 കിലോമീറ്റർ അപ്പുറം നിന്ന ആളും കോൺക്രീറ്റ് പാളികൾ തെറിച്ചു വീണ് മരിച്ചു. ക്ഷേത്ര കെട്ടിടം പൂർണ്ണമായും തകർന്നു. സമീപത്തുള്ള ഗുരുമന്ദിരത്തിനും കേടുപാട് പറ്റി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 4 ലക്ഷം രൂപ വീതവും പ്രധാനമന്ത്രി 2 ലക്ഷം രൂപ വീതവും സഹായധനം പ്രഖ്യാപിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ വെടിക്കെട്ട് നടക്കുന്ന ക്ഷേത്രമായ പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൽ ഇത്രയും വലിയ ദുരന്തം വരാനുണ്ടായ സാഹചര്യം എന്താണ്? കരീം ഏലംകുളത്തിന്റെ റിപ്പോർട്ടിലേക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ വെടിക്കെട്ട് നടക്കുന്ന ക്ഷേത്രമാണ് കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ദേവീക്ഷേത്രം. ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചിട്ടും ആചാരങ്ങളുടെ ഭാഗമാണെന്ന് പറഞ്ഞാണ് ക്ഷേത്ര കമ്മിറ്റി വെടിക്കെട്ട് നടത്തിയത്. വെടിക്കെട്ട് മത്സരം ഉണ്ടായിരിക്കുമെന്ന് പ്രത്യേകം നോട്ടീസും അടിച്ചിരുന്നു. 2 പ്രാദേശിക സംഘങ്ങൾ തമ്മിലുള്ള വെടിക്കെട്ട് മത്സരമാണ് അപകടത്തിലേക്ക് നയിച്ചത്. വർക്കല കൃഷ്ണൻകുട്ടി, കഴക്കൂട്ടം സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വെടിക്കെട്ട് നടത്തിയത്. കഴക്കൂട്ടം സുരേന്ദ്രൻ അനുമതിയില്ലാതെയാണ് വെടിക്കെട്ട് നടത്തിയത്. ഇയാളുടെ വെടിക്കെട്ട് സാമഗ്രികൾ ഓട്ടോയിലെത്തിച്ച് കമ്പപ്പുരയിലേക്ക് മാറ്റുന്നതിനിടെയാണ് അപകടം. ശനിയാഴ്ച രാത്രി 12:30-യോടെയാണ് വെടിക്കെട്ട് തുടങ്ങിയത്. പുലർച്ചെ 3:30-യോടെ പോലീസ് വെടിക്കെട്ട് അവസാനിപ്പിക്കാൻ കമ്മിറ്റി ഭാരവാഹികളോട് നിർദ്ദേശിച്ചിരുന്നു. ഈ നിർദ്ദേശം വെടിക്കെട്ട് കരാറുകാർക്ക് നൽകുന്നതിന് തൊട്ടുമുമ്പാണ് അപകടം. കമ്പപ്പുരയിൽ നിന്ന് വെടിക്കെട്ട് സാമഗ്രികൾ മൈതാനത്തേക്ക് കൊണ്ടുപോകവെ തൊഴിലാളികൾക്കിടയിലേക്ക് സൂര്യകാന്തി എന്നു പേരുള്ള ഒരുതരം അമിട്ട് ലക്ഷ്യം തെറ്റി വീഴുകയായിരുന്നു. തുടർന്ന് നടന്ന സ്ഫോടനത്തിൽ അമിട്ടിന്റെ ചീളുകൾ വീണ് കമ്പപ്പുരയ്ക്ക് തീപിടിച്ച് തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാവുകയായിരുന്നു. സമീപത്തെ ദേവസ്വം ബോർഡ് കെട്ടിടം പൂർണ്ണമായും തകർന്നു. അടുത്തുള്ള 30 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും നിർബന്ധമായിരുന്നു വെടിക്കെട്ട് മത്സരം. ഒടുവിൽ മത്സരം ചെന്നെത്തിച്ചത് 100-ലേറെ പേരുടെ ജീവൻ അവസാനിപ്പിച്ച്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ഇന്നലെ രാത്രി 12:30 മണിയോടെയാണ് വെടിക്കെട്ട് തുടങ്ങിയത്. പുലർച്ചെ 3 മണിയോടെ പോലീസ് ഇടപെട്ട് വെടിക്കെട്ട് അവസാനിപ്പിക്കണമെന്ന് ഉത്സവ കമ്മിറ്റി ഭാരവാഹികളോട് നിർദ്ദേശിച്ചു.
അവർ വെടിക്കെട്ട് കരാറുകാർക്ക് വെടിക്കെട്ട് നിർത്താൻ നിർദ്ദേശം കൊടുക്കുന്നതിന് തൊട്ടുമുമ്പാണ് അപകടമുണ്ടായത്. വെടിക്കെട്ടപകടത്തിന്റെ സ്ഥിതിഗതികളെ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും നേരിട്ട് ദുരന്തഭൂമിയിലെത്തി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ മോദി കൊല്ലത്തേക്ക് ഹെലികോപ്റ്ററിലാണ് എത്തിയത്. കനത്ത സുരക്ഷയാണ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, NK പ്രേമചന്ദ്രൻ MP എന്നിവർ ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. അപകടത്തിൽ പരിക്കേറ്റ ഭൂരിഭാഗം പേരെയും പ്രവേശിപ്പിച്ചിരിക്കുന്ന കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ് മോദി ആദ്യം സന്ദർശിക്കുക എന്നായിരുന്നു വിവരം. എന്നാൽ ഇത് തെറ്റിച്ച് അദ്ദേഹം അപകടസ്ഥലം നേരിട്ടെത്തി സന്ദർശിക്കുകയായിരുന്നു. തുടർന്ന് ജില്ലാ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ കണ്ടു. ഇതിനുശേഷമായിരുന്നു കൊല്ലം ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായുള്ള ചർച്ച. തിരുവനന്തപുരത്തെത്തിയ മോദിയെ ഗവർണർ P സദാശിവം, ചീഫ് സെക്രട്ടറി തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. പ്രത്യേക മെഡിക്കൽ സംഘത്തിനൊപ്പമാണ് മോദി എത്തിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ രാഹുൽ ഗാന്ധിക്കൊപ്പം AK ആന്റണി, VM സുധീരൻ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളുമുണ്ടായിരുന്നു. വെടിക്കെട്ടപകടത്തിൽ പരിക്കേറ്റവർക്ക് രക്തദാനം ചെയ്യുന്നതിനായി വിവിധ ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിയത് ആയിരങ്ങളാണ്. പരിക്കേറ്റവർക്ക് എല്ലാ ഗ്രൂപ്പിലും പെട്ട രക്തം ആവശ്യമുണ്ടെന്ന വാർത്ത സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ ചാനലുകളിലൂടെയും വ്യാപകമായി പ്രചരിച്ചതോടെ ആളുകൾ കൂട്ടമായി ആശുപത്രിയിലെത്തുകയായിരുന്നു. വന്നവരിൽ ഏകദേശം 1500 പേരിൽ നിന്ന് രക്തം സ്വീകരിച്ച ശേഷം ബാക്കിയുള്ളവരുടെ വ്യക്തിവിവരങ്ങൾ ശേഖരിച്ച് മടക്കി അയക്കുകയായിരുന്നു. പരിക്കേറ്റ് രക്തം വാർന്നുപോയവർക്കും ശസ്ത്രക്രിയക്ക് വിധേയരായവർക്കുമാണ് അടിയന്തരമായി രക്തം വേണ്ടിയിരുന്നത്. ഗുരുതരമായി പൊള്ളലേറ്റവർക്ക് പ്ലാസ്മ ആവശ്യമായി വരുമെന്നതിനാൽ വരും ദിവസങ്ങളിലും രക്തം വേണ്ടിവരും. അതിനാലാണ് രക്തദാനത്തിനെത്തിയവരുടെ പേരുവിവരങ്ങൾ ശേഖരിച്ചത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി, ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി, ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. സുന്നി ചലനമകപ്പിയെടുത്തിന്നെത്തി വിരൽ തുമ്പിൽ, എന്നും വാർത്തവിശേഷവുമായി വരുന്നേ കൺമുന്നിൽ. സുന്നി ചലനമകപ്പിയെടുത്തിന്നെത്തി വിരൽ തുമ്പിൽ, എന്നും വാർത്തവിശേഷവുമായി വരുന്നേ കൺമുന്നിൽ. ആദർശത്തിൻ നാദമി ശ്രവണപുടങ്ങളിൽ ആവേശം, അറിവിന്നലകൾ പകരും ജാലകം കാണാൻ വാവേഗം. KMIC നേരിൻ നാദമിതാ, ആദർശത്തിൻ നൂതന ശബ്ദമിതാ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. കാരന്തൂർ മർക്കസിന് കീഴിൽ മരഞ്ചാട്ടിയിൽ പ്രവർത്തിച്ചുവരുന്ന മർക്കസ് ഗ്രീൻ വാലി ഫോർ ഗേൾസിന്റെ 20ാം വാർഷികത്തിന് തുടക്കമായി. മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖ് തങ്ങൾ പതാക ഉയർത്തി. തുടർന്ന് മർക്കസ് എക്സലൻസി ക്ലബ്ബ് അംഗങ്ങളുടെയും തകാഫുൽ സ്പോൺസർമാരുടെയും പ്രവാസികളുടെയും കുടുംബസംഗമം നടന്നു. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. ധാർമ്മിക കുടുംബം എന്ന വിഷയത്തിൽ മർസൂഖ് സഅദിയും ഇസ്ലാം ദിനരാത്രങ്ങളിൽ എന്ന വിഷയത്തിൽ അബൂബക്കർ സഖാഫി വെണ്ണക്കോടും ക്ലാസ് എടുത്തു. മർക്കസ് ജീവനക്കാരുടെ കുടുംബസമേതമുള്ള സന്ദർശനവും സംഗമവും നടന്നു. സംഗമം മർക്കസ് ഡയറക്ടർ ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി ഉദ്ഘാടനം ചെയ്തു. ജനറൽ മാനേജർ C മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു. PPM ഫൈസി വില്യാപ്പള്ളി, അമീർ ഹസൻ, PC ഇബ്രാഹിം മാസ്റ്റർ, ദുൽഫുഖർ സഖാഫി, KK അബൂബക്കർ ഹാജി, ഉനൈസ് മുഹമ്മദ് കൽപ്പകഞ്ചേരി, മുഹമ്മദ് മാസ്റ്റർ പ്രസംഗിച്ചു. ഇന്ന് മെഡിക്കൽ ക്യാമ്പ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK വിനോദ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നാട്ടുകാരുടെ കൂട്ടായ്മ നാട്ടുകൂട്ടം C മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. വിവിധ പരിപാടികളോടെ സമ്മേളനം ഈ മാസം 17-ന് സമാപിക്കും. റജബ് 1 ഏപ്രിൽ 9 ഇന്നലെയും അതനുസരിച്ച് മിറാജ് ദിനം റജബ് 27 മെയ് 5 വ്യാഴാഴ്ചയുമായിരിക്കുമെന്ന് കോഴിക്കോട്, വയനാട്, മലപ്പുറം, കണ്ണൂർ, പാലക്കാട്, തൃശൂർ സംയുക്ത മഹല്ല് ജമാഅത്ത് ഖാദിമാരായ
കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, KP ഹംസ മുസ്ലിയാർ, N അലി മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, ബേപ്പൂർ ഖാദി PT അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്നിവർ അറിയിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും വനിതകൾക്ക് 10% പോലും പ്രാതിനിധ്യം നൽകിയില്ല. ഈ വിഷയത്തിൽ ലിംഗസമത്വവാദികളും ഇപ്പോൾ മൌനത്തിലാണ്. സ്ത്രീകൾ പൊതുരംഗത്ത് സജീവമാകുന്നതും ലിംഗസമത്വവും പ്രായോഗികമല്ലെന്നാണ് ഇസ്ലാമിക കാഴ്ചപ്പാടെന്ന് നേരത്തെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്ന രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഈ തിരഞ്ഞെടുപ്പിലെ മത്സരരംഗത്തും സ്ത്രീകൾ അകറ്റി നിർത്തപ്പെട്ടതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. സ്ത്രീകൾ പൊതുരംഗത്ത് മുഴുവൻ സമയവും മുഴുകേണ്ടവരല്ലെന്നുള്ള കാന്തപുരം ഉസ്താദിന്റെ പ്രസ്താവന സ്ത്രീവിരുദ്ധമാണെന്നാരോപിച്ചായിരുന്നു മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരണവുമായി മുന്നോട്ട് വന്നിരുന്നത്. എല്ലാ മേഖലയിലും ലിംഗസമത്വം വേണമെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ കാന്തപുരത്തിന്റെ നിലപാട് ശരിവെക്കുന്ന വിധത്തിൽ സ്ത്രീകളെ കൂടുതൽ മത്സരിപ്പിക്കാതിരിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കുകയായിരുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച സജീവമായിരിക്കുന്നത്. CPM, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP തുടങ്ങിയ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തന്നെ സ്ത്രീകളെ മത്സരിപ്പിക്കുന്നതിനോട് വലിയ താൽപര്യമില്ലെന്ന് ഈ തിരഞ്ഞെടുപ്പും തെളിയിക്കുന്നു. പേരിന് മാത്രം ചില വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടെന്ന് മാത്രം. തിരഞ്ഞെടുപ്പിൽ സ്ത്രീ സാന്നിധ്യം വളരെ ചെറുതാണെന്ന് ഇപ്പോൾ തന്നെ വ്യക്തമായി കഴിഞ്ഞു. സ്ത്രീകൾ പൊതുരംഗത്ത് വന്നാൽ കുടുംബ ഭദ്രത തകരുമെന്ന കാന്തപുരത്തിന്റെ വീക്ഷണത്തിനുള്ള അംഗീകാരം കൂടിയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരമൊരു നിലപാടെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിൽ പങ്കെടുത്തവരിൽ പലരും വിലയിരുത്തുന്നത്. സ്ത്രീകൾക്ക് മാത്രമേ പ്രസവിക്കാൻ കഴിയൂ എന്നതിനെ സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയൂ എന്ന് കാന്തപുരം പറഞ്ഞതായി വ്യാഖ്യാനിച്ചാണ് അന്ന് മാധ്യമങ്ങൾ വിവാദമുണ്ടാക്കിയത്. എന്നാൽ താമസിയാതെ തന്നെ കാന്തപുരത്തിന്റെ പ്രസംഗത്തിന്റെ വീഡിയോ പ്രചരിച്ചതോടെ സത്യാവസ്ഥ ജനങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. അന്ന് എല്ലാ മുസ്ലിം സംഘടനകളും കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ശരിവെക്കുകയും ചെയ്തിരുന്നു. സ്ഥാനാർത്ഥി ലിസ്റ്റ് ഏതാണ്ട് പൂർത്തിയായിട്ടും സ്ത്രീകളോടുള്ള പരിഗണന ചുരുങ്ങിയിട്ടും ചാനലുകളോ മറ്റു മാധ്യമങ്ങളോ ഈ വിഷയം ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. ലിംഗസമത്വവാദം ഉന്നയിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നിയന്ത്രണത്തിലുള്ള മഹിളാ സംഘടനകൾ നേരത്തെ പ്രതികരിച്ചിരുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള വനിതാ സംഘടനകൾ കാന്തപുരത്തിന്റെ നിലപാടിനെ എതിർത്തവരാണ്. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈ സംഘടനകൾ അഭിപ്രായമൊന്നും പറയാതെ മാറി നിൽക്കുന്നത് ശ്രദ്ധേയമായിട്ടുണ്ട്. പൊതുരംഗത്ത് ലിംഗസമത്വം ഉചിതമാണോ അല്ലയോ എന്ന ചർച്ചകൾക്കും ഈ സാഹചര്യത്തിൽ പ്രസക്തി കൈവരികയാണ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊല്ലം പരവൂരിൽ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ വെടിക്കെട്ടപകടത്തിൽ 110-ലേറെ മരണം, 400-ലേറെ പേർക്ക് പരിക്ക്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് മുഖ്യമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും അപകടസ്ഥലം സന്ദർശിച്ചു. ദുരന്തത്തിന് വഴി തെളിച്ചത് മത്സര വെടിക്കെട്ട്. മർക്കസ് ഗ്രീൻ വാലി ഫോർ ഗേൾസ് 20ാം വാർഷികത്തിന് പ്രൗഢോജ്വല തുടക്കം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇക്കുറിയും വനിതകൾക്ക് മതിയായ പ്രാതിനിധ്യമില്ല. ലിംഗസമത്വവാദികൾക്ക് മൌനം. കാന്തപുരം ഉസ്താദിന്റെ വാദങ്ങൾ ശരിയെന്ന് സോഷ്യൽ മീഡിയ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.